LDFിനെതിരായിട്ടൊരു വാർത്ത കൊടുക്കാനുള്ളൊരു വലിയ സജ്ജീകരണം അവർ നടത്തിയതായി പിന്നീട് ഞാൻ മനസ്സിലാക്കി. അവരുടെ ഓരോ ശ്രമങ്ങളും പരാജയപ്പെട്ടു, അവർ ഉദ്ദേശിച്ച ഓരോ കാര്യങ്ങളും. അവരുടെ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ സ്വപ്ന സുരേഷിനെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എനിക്കറിഞ്ഞു. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. അല്ല, ഞാനതിൻ്റെ എന്തുകൊണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കാനും ഞാൻ പോകാറില്ല, പറയാറുമില്ല. കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ചിലർ എൻ്റെ അടുക്ക വന്ന് പറയും ഇതെങ്ങനെയാണ്. ഈ സ്വപ്ന സുരേഷ് ഇവിടെ വന്നു. ആ സ്വപ്ന സുരേഷിനെ വന്നത് തന്നെ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വപ്ന സുരേഷ് എനിക്കൊന്ന് ഐസക്കിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖനായൊരു നേതാവ് പറഞ്ഞു, അങ്ങനെ വന്നാൽ അത് ഇലക്ഷൻ കേസായിരിക്കും, അയാൾ കാൻഡിഡേറ്റാണ്, അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ കണ്ടുപിടിച്ചതാണ് എന്നെ കണ്ടുപിടിച്ചിട്ട് ഉടനടി അവരങ്ങ് എന്നെക്കുറിച്ച് പറയുന്ന കാര്യമാണ് BJPയിലേക്ക്. ഞാൻ BJPയിലേക്ക് പോകുന്നു എന്ത് അടിസ്ഥാനത്തിൽ അവർ മാധ്യമക്കാരെ റിപ്പോർട്ട് ചെയ്യുക? നിങ്ങൾ ഒരു പത്രത്തിൻ്റെ ധർമ്മമാണോ അത്? നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു വാർത്ത കൊടുത്തത്? എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ മുഴുവൻ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ എന്താ അധികാരം? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എഴുതിയത്? നിങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും 1% അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകണ്ടേ? അതിൻ്റെ പിന്നിലും ചിലർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെ, അതായത് ഇതിപ്പോൾ വളരെ കൃത്യം, ഇപ്പോൾ പറഞ്ഞപ്പം എല്ലാ പ്രേക്ഷകർക്കും ഉൾപ്പെടെ കൃത്യമായി വ്യക്തമായി. കാരണം ആദ്യം K. സുധാകരൻ, ഇങ്ങനെ ആ ഒരു ശൃംഖല വന്നത് ഇതിലൊരു കോൺസ്പിറസി അല്ലേ? അപ്പോൾ ഇതൊരു സംഘടിതമായ ഗൂഢാലോചനയുണ്ട്. അത് പാർട്ടിക്കെതിരായും LDFിനെതിരായിട്ടുമുള്ള ഗൂഢാലോചനയുണ്ട്. പാർട്ടി ആക്രമിക്കാൻ ചട്ടം കെട്ടി നിന്നിട്ടുള്ളവരുടെ ഒരു സംഘടിത നീക്കമാണത്. അതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ എന്നെ പിടിച്ചതിലേക്ക് കൊണ്ടുവന്നു. ഒരാളെ കിട്ടണമല്ലോ തൽക്കാലം, കൊണ്ടുവന്ന് എനിക്കെതിരെ ഇത്തരത്തിൽ വേറൊന്നും പറയാനില്ല. അല്ല, അതുകൊണ്ടല്ല, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഉടനെ എന്താ കണ്ടുപിടിച്ചേ? BJPയിലേക്ക് പോകുന്നു. അത്തരമൊരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച് ഇവിടെ എന്തുണ്ടാക്കാൻ കഴിയുന്ന അവരാഗ്രഹിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ എന്നെ വ്യക്തിഹത്യ നടത്തി, എന്നെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ പിന്തുടർന്ന് വ്യക്തിഹത്യ നടത്താനും എനിക്കെതിരായിട്ട് പ്രചാരവല നടത്താനും ചിലർ സംഘടിതമായ നീക്കം നടത്തുന്നത് എനിക്കറിയാം. ഞാൻ പിന്നെ അവരെന്തോ നടത്തിക്കോട്ടെ, അവർ ആത്മസംതൃപ്തി അടഞ്ഞോട്ടെ എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എനിക്ക് എൻ്റെ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സത്യസന്ധതയും മാന്യതയും എൻ്റെ രാഷ്ട്രീയ ചിന്തയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതേ എനിക്കുള്ളൂ. ഞാൻ ആ കാര്യമാണ് ചെയ്യുന്നത്.